ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി. ഞാൻ 2023 ജൂലൈ 5-ാം തീയതിയാണ് ഞാനും മോനും ഉടമ്പടി എടുത്തത്. ഞങ്ങൾ ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾ അഭയഭവൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു സ്ഥാപനത്തിൽ ഞാനും മോനും എല്ലാ ബുധനാഴ്ചയും അവിടെ പ്രേക്ഷിത വേല ചെയ്യാൻ പോയിരുന്നു. അങ്ങനെ ഞങ്ങൾ മൂന്നാമത്തെ ആഴ്ച അവിടെ പോയി ചെയ്ത് ഞങ്ങൾ പോരാനായിട്ട് ഒരു 15 മിനിറ്റ് മുൻപ് എന്തോ വീണ ഒരു ഭയങ്കര സൗണ്ട് കേട്ടു. നോക്കിയപ്പോൾ ഇവൻ സോപ്പ് വെള്ളത്തിൽ വഴുക്കി വീണ് എടുക്കണ കണ്ടു. അങ്ങനെ എല്ലാവരും കൂടെ പിടിച്ച് ഇവനെ എഴുന്നേൽപ്പിച്ചു. അപ്പോൾ ഇവന് എഴുന്നേൽക്കാൻ പറ്റണില്ല. അങ്ങനെ പിടിച്ചെണിപ്പിച്ച് ഇവനെ വീൽ ചെയറിൽ ഇരുത്തി. അപ്പോൾ ഇവനാകെ അങ്ങനെ കുഴഞ്ഞ പോലെ. അത് കഴിഞ്ഞ് സിസ്റ്റേഴ്സ് എല്ലാവരും കൂടെ അവനെ കൊണ്ടുപോയി മുകളിൽ കിടത്തി. അപ്പോഴേക്കും അവൻ ഓക്കെ ആയി. അപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് കൈ ഭയങ്കര വേദനയുണ്ട്, ഞാൻ കൈ കുത്തിയിട്ടാണ് വീണത് എന്ന് പറഞ്ഞു. അങ്ങനെ കൈക്ക് നീര് വന്നു. അത് കഴിഞ്ഞു കുറച്ച് നേരം അവിടെ കിടത്തി. അപ്പോൾ അവിടെ ചേച്ചിമാരുടെ കയ്യിലൊക്കെ ഉടമ്പടി തൈലുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ ഉടമ്പടി തൈലൊക്കെ പുരട്ടി വിശ്വാസപ്രമാണം ചൊല്ലി എല്ലാവരും പ്രാർത്ഥിച്ചു. അപ്പോൾ ഇവൻ എണീറ്റിരിക്കാൻ പറ്റണില്ല. പിടിച്ച് എണീപ്പിക്കുമ്പോൾ നടക്കണുണ്ട്. അപ്പോൾ എല്ലാവരും പറഞ്ഞു, എല്ലുകളൊന്നും പറ്റിയിട്ടുണ്ടാവില്ല, അങ്ങനെ വെച്ചാൽ നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇവന് ഭയങ്കര അസ്വസ്ഥതകളായി. അപ്പോൾ അവർ സിസ്റ്റേഴ്സ് പറഞ്ഞു, നമുക്ക് എന്തായാലും നമ്മുടെ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം. അങ്ങനെ അവിടെ കൊണ്ടു ചെന്നപ്പോൾ അവർ എക്സ്റേ എടുത്തപ്പോൾ പറഞ്ഞു, കൈക്ക് ഫ്രാക്ചർ ഉണ്ടെന്ന് പറഞ്ഞു. അന്ന് അവിടെ അഡ്മിറ്റ് ആവണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് പോയപ്പോൾ ഞാനും മോനും പോയപ്പോൾ ഫോണൊന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 9 മണിക്ക് ഞങ്ങൾ തിരിച്ചെത്താറുണ്ട്. എത്താണ്ടായപ്പോൾ അമ്മ ഞങ്ങളുടെ തൊട്ടടുത്ത വീട്ടിലെ ചേച്ചിയോട് എടുത്ത് അവിടുത്തെ മകളുടെ കൂടെ ഞങ്ങൾ പോവാറ്. അപ്പോൾ അവിടെ പോയി ചോദിച്ചപ്പോൾ പറഞ്ഞു, അവനൊന്ന് വീണു, പെട്ടെന്ന് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കാന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് സിസ്റ്റർ പറഞ്ഞു, എന്തായാലും മോനെ അഡ്മിറ്റ് ആക്കുമല്ലോ, ഷീന പോയിട്ട് അവന് സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോരെയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വീട്ടിൽ വന്നു. അവരെ വണ്ടിയിൽ തന്നെ വന്ന് ഞാൻ ഉടമ്പടി കാശുരൂപവും തൈലും തേനും ഉപ്പും ഉടമ്പടി പുസ്തകവും ഇവൻ്റെ കുറച്ച് ഡ്രസ്സുകളും ബെഡ്ഷീറ്റ് അങ്ങനെയൊക്കെ എടുത്തിട്ട് ഞാനും അമ്മയും കൂടി തിരിച്ചു പോയി. അവിടെ ചെന്നപ്പോൾ സിസ്റ്റർ എന്നോട് ചോദിച്ചു, ഇവന് വേറെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല. പനി എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവന് കുറച്ച് ബ്ലഡ് കൗണ്ട് കൂടുതൽ കാണിക്കുന്നുണ്ട്, വേറെ ഒന്നും അസുഖങ്ങളില്ലെങ്കിൽ നമുക്കത് കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ്, എന്താ അവനിവിടെ അഡ്മിറ്റ് ആവട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഇവനെ ഞങ്ങൾ മുകളിൽ അഡ്മിറ്റായി. അപ്പോൾ അവിടുന്ന് നട്ടെല്ലിൻ്റെ അവിടെ ചെറിയൊരു ചതവ് പോലെ കാണിക്കുന്നുണ്ട്. എല്ലിൻ്റെ ഡോക്ടർ വന്നിട്ട് പറയും, കൈ പ്ലാസ്റ്റർ ഇട്ടു അവർ. അത് കഴിഞ്ഞ് കുറച്ച് വന്ന് വൈകുന്നേരം അപ്പോൾ അവന് എണീറ്റ് ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ യൂറിൻ പാസ്സായി. ഞാൻ അത് കൊടുത്തപ്പോൾ അവൻ പറഞ്ഞു, അതെനിക്ക് വേണ്ട, ഞാൻ നടന്ന് വന്നോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവനും കൂടി പോയി യൂറോപ്യൻ ക്ലോസറ്റിലിരുന്നു. അവൻ തിരിച്ചു വന്നു. അങ്ങനെ ഒരു 3 പ്രാവശ്യം ഞങ്ങൾ പോയി. പിറ്റേ ദിവസം ഉച്ചയായപ്പോൾ എല്ലിൻ്റെ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, ഇവനൊരു CT എടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മാക്കേർ എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി CT എടുത്തു. CTയുടെ റിസൾട്ട് കിട്ടിയാണത് പിറ്റേ ദിവസം ഉച്ചയ്ക്കാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ എപ്പോഴും തൈലം പുരട്ടി കൊടുക്കണ്ടായിരുന്നു, ഉപ്പും തേനും കൊടുക്കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും മാതാവിനോട് പറയും, അമ്മ ഒരു കൈ ഒടിവുണ്ട്, പക്ഷെ വേറൊരു കുഴപ്പം അവനുണ്ടായിരിക്കല്ലേ എന്ന്. പക്ഷേ ഡോക്ടർ എന്നെ വിളിച്ചപ്പോൾ ഞാൻ ഇവൻ്റെ കയ്യിൽ നിന്ന് കാശുരൂപം വാങ്ങിച്ചിട്ട് കൊണ്ടുപോയി. അപ്പോൾ എൻ്റെയും ഇവൻ്റെയും കാശുരൂപം കൂടിയിട്ട് പോവാതിരിക്കാൻ വേണ്ടി ഞാനൊരു പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് ഒരു 5-6 സ്റ്റേപ്ലർ അടിച്ചിട്ട് വെച്ചതാണ് ഞാൻ ഇവൻ്റെ കയ്യിൽ കൊടുത്തത്. ഞാനത് വാങ്ങിച്ചിട്ട് ഞാൻ തിരിച്ചു പോയി ഡോക്ടറെ അടുത്ത് കേൾക്കാൻ. അപ്പോൾ ഡോക്ടർ ചോദിച്ചു, ആരാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അമ്മയാണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഞാൻ പറയണത് ധൈര്യപൂർവ്വം കേൾക്കണം, എന്ത് ചെയ്താലും ഫേസ് ചെയ്യാൻ തയ്യാറായിട്ട് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മാതാവിനെ വിളിച്ചു, അമ്മേ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണേ, എന്താ പറയാൻ പോകണമെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു, ഇവൻ്റെ നട്ടെല്ലിൻ്റെ അവിടെ ഒരു പൊട്ടലുണ്ട്, അത് ഒരു പീസ് പൊട്ടി സ്പൈനിലേക്ക് കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇവൻ്റെ കാലുകൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അവനെ ഒട്ടും നടത്തരുത്, എത്രയും പെട്ടെന്ന് ന്യൂറോ സർജൻ അല്ലെങ്കിൽ സ്പൈനലിൻ്റെ ഡോക്ടറുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചോളാൻ പറഞ്ഞു. എനിക്ക് പക്ഷേ അവന് ഇതുവരെ വേദനയൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് താഴേന്ന് മുകളിലേക്ക് എത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ അവിടെ ചുമരുമ്പോൾ ചാരി നിന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മ എന്തേ ഞങ്ങളെ ഉപേക്ഷിച്ചത് എന്ന് പറഞ്ഞു ഞാൻ. അപ്പോൾ എനിക്ക് ഇവനെ ഫേസ് ചെയ്യാനാണ് എനിക്ക് ബുദ്ധിമുട്ട്. അപ്പോൾ അഭയഭവനിലെ സിസ്റ്റേഴ്സും അച്ഛനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് എനിക്ക് കരഞ്ഞിട്ട് പറയാൻ പറ്റണില്ല. അപ്പോൾ അവരിങ്ങനെ ചോദിച്ചു. അച്ഛൻ പോയിട്ട് ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നീ എന്താണെങ്കിലും നീ പറയണ പേടി അവനില്ല, നീ എന്തായാലും അവനോട് ഞാൻ പറഞ്ഞോളാന്ന് പറഞ്ഞു. അങ്ങനെ ഇവനോട് പറഞ്ഞു, ശരി നിനക്കൊരു ചെറിയ സർജറി ഉണ്ട്, നമുക്കതിവിടെ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അവൻ ഓക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആംബുലൻസിൽ കൊണ്ടുപോയി. അവിടെ ചെന്നു. അവിടെ ന്യൂറോൻ്റെ ഡോക്ടറെ കണ്ടു.
ആൾ പറഞ്ഞു MRI സ്കാൻ എടുക്കണം, അതിൽ ഇവന് നല്ല വേദനയായി അപ്പോഴേക്കും. അപ്പോൾ പറഞ്ഞു അപ്പോഴേക്കും 2.5 ദിവസമായിട്ടുണ്ട് ഇവനത് പറ്റിയിട്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇവന് ഇൻഫെക്ഷൻ ആയിട്ടുണ്ടോയെന്ന് അറിയില്ല, ഇൻഫെക്ഷൻ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി, നിങ്ങൾ എന്തേ ഇത്ര വൈകിച്ചതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എനിക്കറിയുണ്ടായിരുന്നല്ലോ ഡോക്ടർ എന്ന് പറഞ്ഞു. അങ്ങനെ MRI എടുക്കുന്ന സമയത്ത് എനങ്ങുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് MRI എടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. എന്നെയും കൂടെ കടത്തി ഇവൻ്റെ കൂടെ. ഞാൻ ഈശോയുടെ രക്തം കൊണ്ട് കഴുകണേന്ന് പറഞ്ഞിട്ട് അവൻ്റെ കാല് കീഴിലിരുന്ന് ഞാൻ കണ്ണീരോടുകൂടി ആ സമയം മുഴുവൻ ഞാൻ പ്രാർത്ഥിച്ചു. അവൻ ഒട്ടും അനങ്ങിയില്ല. അങ്ങനെ നേരെ MRI കഴിഞ്ഞ് നേരെ ഇവൻ ICUലേക്ക് കയറ്റി. മെയിൻ ഡോക്ടർ എന്നെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു ഇത്രയും സമയം ഇവൻ്റെ കാലുകൾ തളരാതിരുന്നത് നിങ്ങൾ പ്രാർത്ഥിച്ച ദൈവത്തിൻ്റെ ശക്തി കൊണ്ടാണ്, അല്ലെങ്കിൽ ഉടനടി കാല് തളരാണ്. ഇങ്ങനെ സ്പൈനലിലേക്ക് പറ്റിക്കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെങ്കിലും നമുക്ക് ഇവൻ ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറഞ്ഞ ഒരു അസുഖം കൂടെ അവൻ അതിൻ്റെ കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം എല്ലുകൾക്ക് ബലമുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ സർജറി നമുക്ക് ചെയ്യാം, എത്രയും നമുക്ക് ഇതിന് ഭയങ്കര റിസ്ക്കും ഉണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് ആദ്യം പറഞ്ഞു ഇവന് കീഹോള് മതിയാവും എന്ന് പറഞ്ഞു. പിന്നെ ഇവന് മൂത്രം ബ്ലോക്കായി. അപ്പോൾ എന്നോട് പറഞ്ഞു ഓപ്പൺ സർജറി വേണമെന്ന് പറഞ്ഞു. വീണ്ടും പറഞ്ഞു കീഹോള് വേണമെന്ന്. വീണ്ടും പിന്നെ മൂത്രം പോയി. അപ്പോൾ എന്നോട് പറഞ്ഞു പിന്നെയും മൂത്രം ബ്ലോക്കായി. അപ്പോൾ എന്നോട് പറഞ്ഞു ഇനി എന്തായാലും ഓപ്പൺ സർജറി തന്നെ പറ്റുള്ളൂ നമുക്ക്, അല്ലാതെ വേറെ രക്ഷയൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ തിങ്കളാഴ്ച 2:30 ഇവൻ്റെ സർജറി ഫിക്സ് ചെയ്തു. സർജറിക്ക് പോകുന്നതിന് മുന്നും എന്നെ ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു സർജറി എനിക്ക് അമ്മയോട് പറയാൻ വിഷമമുണ്ട്, പക്ഷെ നമ്മൾ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടേ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യണം, എന്ത് തന്നെയാണ് ഫേസ് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവനെ കൊണ്ടുവന്ന സമയത്ത് ഒരു 20 വയസ്സായ ഒരു ആൺകുട്ടീനെ കൊണ്ടുവന്നിരുന്നു ബൈക്ക് ആക്സിഡൻ്റ് ആയിട്ട്. അപ്പോൾ ഞാനിങ്ങനെ കരച്ചിലായിട്ടപ്പോൾ നോക്കിയപ്പോൾ ആ കുട്ടി മരിച്ചു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്നൊക്കെ ഒരു തരിപ്പ് കയറുന്ന സമയം പോലെയായിരുന്നു അത്. അങ്ങനെ ഞാൻ എപ്പോഴും പ്രാർത്ഥനയും. അപ്പം ഞാൻ ഇങ്ങനെ എൻ്റെ കൂടെ കൊണ്ടുപോയ കൃപാസനത്തിലൊരു ടീമുണ്ട്, ആ ചേച്ചിമാരൊക്കെ എപ്പോഴും പ്രാർത്ഥിക്കും. അതുപോലെ ബന്ധുക്കളൊക്കെ വിളിച്ച് ചോദിക്കും, എല്ലാവരും പറയും. പക്ഷെ ആരൊക്കെ പറയണ്ടെങ്കിൽ എല്ലാവരോടും പറയണ്ടേ. ഞാൻ ഇടയ്ക്ക് അമ്മോട് പറയും അമ്മ എന്നെ ഉപേക്ഷിച്ചു, അതുകൊണ്ടാണല്ലോ ഞങ്ങൾക്ക് ഇങ്ങനൊരു പുണ്യപ്രവൃത്തി ചെയ്യാൻ പോയിട്ടും ഇങ്ങനൊരു അപകടം പറ്റിയില്ലേ എന്ന് ചോദിക്കും. പിന്നെ കുറച്ച് നേരം കൂടി കഴിയും, സമാധാനമായിട്ടിരിക്കും. വീണ്ടും ഞാൻ കരയും. അങ്ങനെ 2:30 കയറ്റിയിട്ട് 6:10 അവൻ്റെ സർജറി കഴിഞ്ഞിറങ്ങി. ഡോക്ടർ പറഞ്ഞു ഞാൻ വിചാരിച്ചേക്കാളും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി, അവനെ വിചാരിച്ച അത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല, അവൻ ഓക്കെയാണെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ കാണിച്ചു അവനെ. അത് കഴിഞ്ഞിട്ട് അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഇവൻ്റെ സർജറിയിൽ രാവിലെ ഞാൻ തൈലും തേനുപ്പൊക്കെ അസിസ്റ്റൻ്റായാലും കൊടുക്കാൻ പറഞ്ഞിരുന്നു. പക്ഷേ അന്ന് ഞാൻ കാശ് രൂപം കൊടുത്തിട്ട് അത് ഞാൻ വാങ്ങിച്ചിട്ടില്ലല്ലോ അവൻ്റെ കയ്യിൽ നിന്ന്. അപ്പം ഞാൻ ചെന്നിട്ട് അസിസ്റ്റൻ്റിനോട് ചോദിച്ചു മോൻ്റെ കയ്യിൽ എൻ്റെ കാശ് രൂപം ഉണ്ട്, അത് എവിടെയാണെന്ന് ഞാൻ ആ സമയത്ത് മറന്നുപോയി എന്ന് പറഞ്ഞു. അവൻ എപ്പോഴും അവൻ്റെ കയ്യിൽ ആ കാശ് രൂപം ഉണ്ടായിരുന്നു, അത് ഇവിടെ തന്നിട്ടില്ല, അവൻ മെയിൻ ICUവിൽ അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും സർജറി കഴിയുമ്പോൾ കിട്ടാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ ആ സിസ്റ്റർ പറഞ്ഞു ചേച്ചിയുടെ മോൻ ഭയങ്കര സൂത്രക്കാരനാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ആ കാശ് രൂപ അവൻ്റെ വലത് കൈ ഒടിഞ്ഞ് പ്ലാസ്റ്റർ ഇട്ടതിൻ്റെ ഉള്ളിൽ വെച്ചേക്കായിരുന്നു. സ്പൈനലിൻ്റെ സർജറിയാണെന്ന് ഓർക്കണം അവന്, പക്ഷേ അവനൊരു പ്രശ്നമില്ല, അപ്പോൾ പേടിക്കേണ്ട, അമ്മ മതവന്യ അവൻ്റെ സർജറി ചെയ്തേക്കണേന്ന് പറഞ്ഞു. ഞാൻ അമ്മയോട് പറഞ്ഞു എനിക്കൊരു തെളിവ് തന്നതാണ്, അമ്മ ഉപേക്ഷിച്ചിട്ടില്ല എന്നുള്ളതിന് എനിക്കന്ന് മനസ്സിലായി. അപ്പോൾ അവിടെയുള്ളവർ ഒരുപാട് പേരുണ്ടായിരുന്നു. അവരൊക്കെ പറഞ്ഞു അവർക്കൊക്കെ ഭയങ്കര വിശ്വാസമായി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂറോ സർജറിക്ക് നമ്മുടെ ഏപ്രിലിൻ്റെ ഒരു സ്റ്റേപ്ലർ പോലും ഉണ്ടെങ്കിൽ അവരത് കളയും, അത്രയും ഇതിനാണ്. 5 സ്റ്റേപ്ലർ ഉണ്ടായിരുന്നു, അതുമേ 2 കാശ് രൂപവും, അത് പ്ലാസ്റ്റിക് കവറിലായിരുന്നു. അത് കഴിഞ്ഞ് അവൻ്റെ വലത് കൈക്ക് അവർ പറഞ്ഞു സർജറി തന്നെ വേണ്ടി വരും എന്ന്. പക്ഷേ പിന്നെ കെട്ടഴിച്ച് പ്ലാസ്റ്റർ വെട്ടി നോക്കിയപ്പോൾ അവർ പറഞ്ഞു അത് കൂടിയുണ്ട്, അതിന് വലിയ പ്രശ്നമില്ല, അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അമ്മോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവനെ താങ്ങാനൊന്നും എനിക്ക് ആരുമില്ല, പൈസയും ഇല്ല എന്ന്. പക്ഷെ ഒരുപാട് പേരെന്നെ സഹായിച്ചു. അതുപോലെ പിറ്റേ ദിവസം അപ്പോൾ പിറ്റേ ദിവസം ഇവന് ഭക്ഷണം വേണമെന്ന് പറഞ്ഞു. രാവിലെ തന്നെ അവൻ അവിടെ കിടന്ന് ബഹളം കൂട്ടുകയാണ്, അവന് വിശക്കുക എന്ന് പറഞ്ഞിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു അവന് കട്ടൻ ചായ വേണ്ട, പാൽ ചായ വേണമെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പാൽ ചായ വാങ്ങിച്ചു കൊടുത്തു. ഉച്ചയ്ക്ക് അവന് ചോറ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു കഞ്ഞിയല്ലേ കൊടുക്കുക, അവന് കഞ്ഞി വേണ്ടാന്ന് പറഞ്ഞു. ചോറുണ്ട്. വൈകുന്നേരം അവൻ സർജറി കഴിഞ്ഞ് പിറ്റേ ദിവസം അവൻ മീൻ കൂട്ടാൻ കൂട്ടിയിട്ടാണ് ചോറുണ്ടത്. അപ്പോൾ എല്ലാവരും പറഞ്ഞു അവന് ശരിക്കും മാതാവ് തൊട്ട് അനുഗ്രഹിച്ചതാണ്, ഒരിക്കൽ പോലും അവനൊരു വേദന എന്ന് അവൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അവനെ വാർഡിലേക്ക് മാറ്റി, ബെൽറ്റ് ഇട്ടു, വീൽ ചെയറിൽ കൊണ്ടുവന്ന് അവനെ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യേണ്ട മാത്രമേ എനിക്ക് വന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അവൻ്റെ ഈ സ്റ്റിച്ചുമത്തെ ബാൻഡേജ് ഊരി. അപ്പം ഞാൻ ചോദിച്ചു ഇത് ഡ്രസ്സ് ചെയ്യണോ, എടുക്കണ സ്റ്റിച്ചാണോ എന്ന് ചോദിച്ചു. പറഞ്ഞു എടുക്കണ സ്റ്റിച്ചാണ്, ഡ്രസ്സ് ചെയ്യണ്ടെന്ന് പറഞ്ഞു. 19 സ്റ്റിച്ച് ഉണ്ടായിരുന്നു, ഡ്രെയിനേജ് അടക്കം.
പക്ഷേ ഒരിക്കൽ പോലും അവന് ബിറ്റാഡിനോ അല്ലെങ്കിൽ മുറിവിൻ്റെ ഒരു മരുന്നോ ഞാൻ പരട്ടി കൊടുത്തിട്ടില്ല. ഞാൻ തൈലം തന്നെയാണ് അവൻ്റെ പുറത്ത് ഞാൻ പരട്ടി കൊടുത്തത്. കാരണം അവൻ്റെ സർജറിയുടെ തലേദിവസം ഞാൻ ചായ മേടിക്കാൻ പോണ സമയത്ത് അവിടെ യേശു കുരിശുരൂപത്തിൻ്റെ മുന്നിൽ നിന്ന് ഞാൻ പറഞ്ഞു, ഈശോയെ നിൻ്റെ ശരീരത്തിൻ്റെ എല്ലിൻ്റെ ഒരു ഭാഗമായിരിക്കണം അവൻ്റെ സർജറിക്ക് അവന് വെച്ച് കൊടുക്കേണ്ടതെന്ന്. അപ്പം അവിടെ കുർബാന നടക്കുന്ന സമയമായിരുന്നു. അപ്പം ഞാൻ ആ തിരുവോസ്തി സ്വീകരിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ വേറെ ഒന്നും ഞാൻ ചോദിക്കണില്ല, ഇതിൽ നിന്ന് ഒരു എല്ലിൻ്റെ പീസ് ആ സർജറിക്ക് ഈശോ നീ അവന് വെച്ച് കൊടുക്കണം. അത് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് പോന്നു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അവൻ്റെ സ്റ്റിച്ച് എടുത്തു. ഡോക്ടേഴ്സ് പറഞ്ഞു ഇവനെല്ലാം പെട്ടെന്ന് ഹീലാവുന്നുണ്ട്, ഇവനെല്ലാ കാര്യങ്ങളും ഓക്കെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ്റെ സർജറിക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ ഇവന് ആ വൈറ്റമിൻ ഡി, കാൽസ്യം എല്ലാം ഭയങ്കര കുറവായിരുന്നു. ഡോക്ടർ പറഞ്ഞു ഒരു നേരം ഭക്ഷണം കഴിക്കുന്ന ഒരു കുട്ടിയുടെ പോലും ആരോഗ്യം അവനില്ലല്ലോ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞു, സർജറി കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് നോക്കിയപ്പോൾ അവൻ്റെ എല്ലാ വൈറ്റമിൻ ഡിയും എല്ലാ കാര്യങ്ങളും അവൻ നോർമലായി. അപ്പോൾ അവനുണ്ടായ അനുഭവങ്ങൾ എന്നോട് പറഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവന് സർജറി കഴിഞ്ഞ പിറ്റേ ദിവസം അന്ന് വൈകിട്ട് ഒരു നേഴ്സ് ഇവനെല്ലാ റെക്കോർഡ്സും ഇങ്ങനെ എഴുതി അകലെ നിന്ന് എഴുതുണ്ടായിരുന്നു. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, എൻ്റെ പുറകിൽ ആരോ ഉണ്ടായിരുന്നു മമ്മ. അപ്പം ഞാൻ ചോദിച്ചു, നേഴ്സുമാരല്ല, എനിക്ക് നോക്കാൻ പറ്റില്ലല്ലോ, പക്ഷെ എൻ്റെ പുറകിൽ ആരോ ഒരാളുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അവൻ പറഞ്ഞു, ഞാൻ വീട്ടിൽ വന്നിട്ട് മമ്മ എന്നെ എനിക്ക് വന്ന് നോക്കിയോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞില്ല, ഞാൻ രാത്രി നല്ല ഉറക്കമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, എന്നെ ഒരാൾ വന്നിട്ട് എന്നെ കിടക്കിയത് അമർന്നിട്ട് എൻ്റെ പുറത്ത് നോക്കി, എന്നിട്ട് എനിക്ക് ആരാന്ന് തിരിഞ്ഞു നോക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. അത് ഇവനെ വീട്ടിൽ കൊണ്ടുവന്ന ദിവസം അവന് ഭയങ്കര വേദനയായിരുന്നു. അങ്ങനെ 2 ദിവസം അവൻ അങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞു. ഇപ്പം ഞങ്ങൾ ഇന്നലെ ഡോക്ടറെ അടുത്ത് പോയിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇവൻ്റെ എല്ലുകൾക്കോ അതല്ലെങ്കിൽ ബാക്കിയുള്ള ഒരു കാര്യങ്ങൾക്കോ ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറഞ്ഞ അസുഖം ഇവനിപ്പില്ല, അങ്ങനെ ഒരു പ്രശ്നം പോലും ഇല്ല, നോർമൽ ആൾക്കാരെക്കാളും ബലമുണ്ട് ഇവൻ്റെ എല്ലുകൾക്ക്. പിന്നെ അതുപോലെ തന്നെ സർജറി കഴിഞ്ഞ് ഇവൻ 2 വീലർ, അപ്പോൾ ഇവനൊരു ചെറിയ ജോലിക്ക് പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവൻ 2 വീലർ ഇല്ലാതെ ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നീ ഇപ്പോൾ 1 വർഷം ആവാറായില്ലേ, നീ ഇനി എന്തായാലും 2 വീലർ ഓടിച്ചോ. അങ്ങനെ ഒരുപാട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ അവനെ കൊണ്ടുവരണത് ഏതവസ്ഥയാണെന്ന് ഫേസ് ചെയ്യാനുള്ള ഒരു ശക്തി അവനോട് ഞാൻ ചോദിച്ചിരുന്നു. കാരണം എനിക്ക് 22 വയസ്സാവനുള്ളൂ. 22 വയസ്സിൽ അവൻ കാല് തളർന്ന് കിടന്നാലുള്ള അവൻ്റെ ജീവിതം ആലോചിച്ചിട്ട് എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുമായിരുന്നില്ല. അതിൽ നിന്നിട്ടാണ് അമ്മ മാധവീശോയും എൻ്റെ മകന് സൗഖ്യം തന്നത്. അതുപോലെ എൻ്റെ അപ്പച്ചന് ഒരുപാട് അസുഖങ്ങളുണ്ടായിരുന്നു. ചേട്ടൻ്റെ മകൾക്കും അത് അലർജി ആയിട്ട്. അപ്പോൾ ഇവൻ അവിടെ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് ഇവനെ നോക്കണം എല്ലാ കാര്യങ്ങളും. അപ്പച്ചന് വയ്യാതെ അപ്പച്ചന് ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിൽ ഉണ്ടായിപ്പോൾ ഒരു ദിവസം അപ്പച്ചന് ഭയങ്കര ഛർദി. ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മ ഞാൻ ആരുടെ കൂടിയാണ് നിൽക്കേണ്ടത്, ആരെയാണ് ഞാൻ നോക്കേണ്ടത് എന്ന് ചോദിച്ചു. പിന്നെ ഇന്ന് വരെ അപ്പച്ചൻ അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ അവസ്ഥ വന്നിട്ടില്ല. പിന്നെ അപ്പച്ചനെ എടുത്തുകൊണ്ടൊക്കെ പോകേണ്ടി വരും ചിലപ്പോൾ ഓക്സിജൻ കുറയുമ്പോൾ. അപ്പോൾ ഇവനാണ് അങ്ങനെ കൊണ്ടുപോയിരുന്നത്. അപ്പോൾ ഇവനിപ്പോൾ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് അപ്പച്ചൻ ഞങ്ങളുടെ വീട്ടിലേക്ക് ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി പോകണം. അപ്പം ഞാൻ പറഞ്ഞു, വീടിൻ്റെ മുറ്റത്ത് കാറ് കയറുന്ന ഒരു നിലയിലൊരു വഴി വേണമെന്ന്. പക്ഷെ മാതാവ് അതിന് പകരം ഞങ്ങളുടെ വീട്ടിലേക്ക് വഴി മാത്രമല്ല, ഗേറ്റ് ചുറ്റുപാടും മതിൽ കെട്ടി ഗേറ്റ് വെച്ച് തരാനുള്ളൊരു കൃപ കൂടി കാണിച്ചു. അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തികൾ, കുറേ നാൾ ഞാൻ വയ്യാത്തവരെ കുളിപ്പിക്കാനൊക്കെ പോയിരുന്നു. പിന്നെ അപ്പച്ചനും ഇവനുമൊക്കെ വയ്യാതായപ്പോൾ പിന്നെ എനിക്കത് പറ്റാതായി. പിന്നെ ഞാനൊരു ഡെൻ്റൽ ക്ലിനിക്കിൽ മറക്കുകയാണ്. അവിടെ വരുന്ന രോഗികളോട് എല്ലാവരും ഞാൻ വളരെ സ്നേഹത്തോടു കൂടിയിട്ടാണ് ഞാൻ പെരുമാറുന്നത്. പിന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന സാമ്പത്തിക സഹായങ്ങൾ രോഗികൾക്കായിട്ട് ചെയ്യും. ഏതൊരു പൈസ അവരെ കണ്ടാലും അല്ലെങ്കിൽ മരുന്ന് മേടിക്കാൻ പൈസ ഇല്ലെങ്കിലും എന്തൊരു സഹായം പറഞ്ഞാലും ഞാൻ അവർക്കത് ചെയ്തു കൊടുക്കും. അതുപോലെ ഞാൻ പത്രപ്രവർത്തനം നടത്തുന്നത് ബസ് സ്റ്റാൻഡിലും ഓട്ടോ സ്റ്റാൻഡിലും എവിടെ നിന്നില്ല. ഒരു കല്യാണത്തിന് പോവുകയാണെങ്കിൽ പോലും ഞാൻ പത്രം കൊണ്ടു കൊടുക്കും. അത് എൻ്റെ മകൻ്റെ ജീവിതാനുഭവം പറഞ്ഞിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. ഒരുപാട് ആൾക്കാർ പറയും അതൊരു വലിയ സാക്ഷ്യം തന്നെയാണെന്ന്. അപ്പം ഞാൻ പറയും, ഒരമ്മയുടെ വേദനയോളം വലുതാണ് ആ ജീവിത സാക്ഷ്യം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇന്ന് തന്നെ എല്ലാം സാധിക്കുമെന്ന് ഞാൻ പറയില്ല. പക്ഷെ നിങ്ങൾ മാതാവിനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് എപ്പോഴാണോ അത് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ സമയത്ത് അത് നിങ്ങൾക്ക് സാധിച്ചിരിക്കുന്നു ഞാൻ ഉറപ്പായിട്ട് ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് പറയും ഞാൻ. അതുപോലെ പഴയ പത്രങ്ങളാണ് ഞാൻ കൂടുതലും കൊടുത്തിരുന്നത്. ഒരുപാട് ആൾക്കാർ വീട്ടിൽ പത്രങ്ങൾ വാങ്ങിച്ചിട്ട് കൊടുക്കാൻ പറ്റാതെ അവരത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ഒരു മുക്കിലും മൂലയിലൊക്കെ ഇട്ടുണ്ടായിരിക്കും. ആ പത്രങ്ങൾ പൊടി തട്ടി ഞാൻ എല്ലാവർക്കും ഞാൻ എടുത്തു കൊടുക്കും. ആദ്യമായിട്ട് അറിയുന്ന ആൾക്കാർക്ക് ഏത് മാസത്തെ പത്രമാണെന്നും ഇല്ലല്ലോ. ഞാൻ പറയും, ഇങ്ങനൊരു അമ്മയുണ്ട് കൃപാസനത്തിൽ, ആ അമ്മയുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഉപേക്ഷിക്കില്ല എന്ന്. അതുപോലെ ഏതൊരു മനുഷ്യനും വേദനയോടുകൂടി എൻ്റെ അടുത്ത് വരികയാണെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടി മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കും.
ഇത്രയുമാണ് എനിക്ക് എൻ്റെ ഈശോയും മാതാവും തന്ന അനുഗ്രഹങ്ങൾ. എന്നെ സഹായിച്ചവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരും ഒത്തിരി പേരുണ്ട്. അവരെല്ലാവരും ഞാൻ ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെയും തൃപ്പാദങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. കാരണം അവർക്കൊക്കെ തിരിച്ചു കൊടുക്കാനും അവർക്ക് തിരിച്ചു പകരം ചെയ്യാനും എന്നെ കൊണ്ട് സാധിക്കില്ല. എൻ്റെ പ്രാർത്ഥനകൾ മാത്രമേ അവർക്ക് ഉണ്ടായിരിക്കുള്ളൂ.